ഉച്ചയ്ക്ക് 12:30-ക്കാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ആദ്യം എത്തിച്ചത് ഈ ആദ്യ കൊലപാതകം, സുധാകരൻ്റെ കൊലപാതകം നടത്തിയ ഇടത്തേക്കാണ്. ഇവിടെയാണ് ആദ്യം അയാൾ എത്തിയത്. ഇവിടെ വന്ന് നിന്ന ശേഷം പോലീസിനോട് ഓരോ കാര്യങ്ങളും ഇവിടെ വെച്ചാണ് ഈ സുധാകരൻ എത്തിയപ്പോൾ, സ്കൂട്ടറിൽ എത്തിയപ്പോൾ ഇവിടെ വെച്ചാണ് വെട്ടി കൊലപ്പെടുത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അതിനുശേഷം വീടിനകത്തേക്ക് പോയ കാര്യങ്ങളും, അതായത് 2 കൊലപാതകങ്ങളും നടത്തിയ ശേഷം രണ്ടാമത്തെ കൊലപാതകം നടത്തിയത് ഈ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഇടത്താണ്. ഇവിടെ നിന്നും ഒരു 4-5 മീറ്റർ മാറിയുള്ള സ്ഥലത്താണ് സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയുടെ കൊലപാതകം നടത്തിയത്. ആ ലക്ഷ്മിയുടെ കൊലപാതകം നടത്തിയ ശേഷം പിന്നീട് ഈ ആയുധവുമായി ചെന്താമര പോയത് ചെന്താമരയുടെ തന്നെ വീടിനകത്തേക്കാണ്. ഈ വീടിൻ്റെ മുൻവാതിലിലൂടെ അകത്തേക്ക് കയറി പിന്നീട് ഈ മുൻവാതിൽ അടച്ചിട്ട ശേഷം ആയുധം അവിടെ സൂക്ഷിച്ച ശേഷം പിന്നീട് അവിടെ നിന്നും പുറകുവശത്തെ വാതിലിലൂടെയാണ് പുറത്തേക്ക് പോയത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു. ആയുധം ഒളിപ്പിച്ച ശേഷം പിന്നീട് ഈ വീടിന് പുറകുവശത്തൂടെയുള്ള ഈ വഴിയിലൂടെയാണ് ചെന്താമര ഈ ഒളിക്കാനായി പോയത്. ഈ പ്രദേശം ആകെ ഒരു വലിയ പാടശേഖരമാണ്. ആ പാടശേഖരത്തിൻ്റെ വരമ്പത്തുകൂടെ നേരെ ഈ വഴിയാണ് ചെന്താമര ആദ്യം ഒളിക്കാനായി പോയത്. പിന്നീട് ഈ വരമ്പിൻ്റെ അറ്റത്ത് പോയി അവിടെ നിന്നും തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക്, വാഴത്തോപ്പിലേക്കും മറ്റുമൊക്കെ പോയി ആ വനം പ്രദേശം, അതായത് ഒരു മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്, ആ പ്രദേശത്തേക്ക് ചെന്താമര പോവുകയും ചെയ്തു. ആ പോകുന്ന വഴിയിൽ ഈ പാടശേഖരത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് അയാൾ സിം കാർഡ് ഉപേക്ഷിച്ചതെന്നുള്ള ഒരു സ്ഥലവും അതും പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള കുറ്റബോധവുമില്ലാതെ ഓരോ കാര്യങ്ങളും പോലീസിനോട് വിവരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒളിച്ചിരുന്ന സ്ഥലമൊക്കെ തന്നെ കൃത്യമായി പോലീസിനോട് പറഞ്ഞുവെങ്കിൽ പോലും അവിടെ എത്തിച്ചെന്തായാലും തെളിവെടുപ്പ് നടത്തിയില്ല. ഇവിടുന്ന് നേരെ പാടത്തിൻ്റെ അധികം റൂട്ടുണ്ട്, താഴത്ത് കൂടെ റോഡ്. അവൻ്റെ വീട് വരുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു തോടുണ്ട്. ആ തോട് കഴിഞ്ഞ് അപ്പുറത്ത് കയറി നേരെ അവൻ്റെ വീട്ടിലേക്ക് പോവാം, തറവാട്ടിക്ക് പോവാം. പിന്നെ അവൻ മറ്റേ ഏത് വഴി കൂടിയൊന്നൊന്ന് പോയത് ഇവർ തെളിവെടുപ്പ് നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനിയും അവനെ ചോദ്യം ചെയ്യുമ്പോഴല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ തെളിവെടുപ്പിന് എത്തിച്ച സമയത്തും ചെന്താമരയുടെ മുൻപിലെ വീട്ടിലുള്ള പുഷ്പയെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് പുഷ്പ പറയുന്നത്. ഇനിയും ഇവിടെ കഴിയാനായി തനിക്ക് ഭയമാണ്, ഈ നാട് വിട്ട് തന്നെ പോവുകയാണ് എന്നുള്ളതാണ് പുഷ്പ പറയുന്നത്. ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയതാണ് ഞാൻ എന്നെ പാടാക്കി തന്നെ. ഒരു പഴുത് ദൈവം തമ്പുരാൻ കൊടുത്തില്ല. എനിക്കൊരു ധൈര്യം പറയുന്നില്ല, എനിക്ക് പേടി തന്നെയാണ്. ഞങ്ങളിവിടെ നിന്ന് മാറാൻ പോകണം, ഞങ്ങളിവിടെ ഇരിക്കുന്നില്ല. കനത്ത പോലീസ് സുരക്ഷയിൽ ഒരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ താൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് ചെന്താമര വിവരിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായില്ല. മണികണ്ഠനും മൽഘോഷ് സി മോഹനും ഗോകുൽ VS-നുമൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.